നമസ്കാരം, സ്വാഗതം. നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും പ്രശസ്തിയും പണവുമൊക്കെ ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണെന്ന്, അല്ലേ? പക്ഷേ സത്യം അതല്ല. ശരിക്കും ഒരു കറക്റ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ ആർക്കും സമ്പത്തും സ്വാധീനവും ഒരുമിച്ച് നേടിയെടുക്കാൻ പറ്റും. അപ്പോ ആ ബ്ലൂ പ്രിന്റിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമെന്നാണോ? എന്നാൽ സത്യം അതല്ല. ശരിയായ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ഒന്നുപോലും ഒഴിവാക്കേണ്ടി വരില്ല. സമ്പത്തും പ്രശസ്തിയും ഒരുമിച്ച് എങ്ങനെ നേടാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഐഡിയയാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ചർച്ചയുടെ അടിത്തറ. വിജയം എന്ന് പറയുന്നത് വെറുതെ അങ്ങ് സംഭവിക്കുന്ന ഒന്നല്ല, അല്ലേ? അടുത്ത കുറച്ച് മിനിറ്റുകളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എവിടെയാണ് ആളുകൾക്ക് സാധാരണയായി തെറ്റുപറ്റുന്നത്, ആ തെറ്റുകൾ തിരുത്താൻ എന്ത് മൈൻഡ് സെറ്റാണ് വേണ്ടത്, പിന്നെ നിങ്ങൾക്ക് ഉടനെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ പ്ലാനും. തയ്യാറാണോ? നമുക്ക് തുടങ്ങാം. ശരി, നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. എവിടെയാണ് പലർക്കും അടിതെറ്റുന്നത്? ഒരുപാട് പേര് പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് മിക്കവരും പരാജയപ്പെടുന്നത്? ഇതിനു പിന്നിൽ ചില കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. അതിലെ 5 പ്രധാന തെറ്റുകൾ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഏറ്റവും വലിയ കെണി. അതായത്, ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആകുന്നതിന് മുമ്പേ ഫേമസ് ആകാൻ വേണ്ടി ഓടുക. ആദ്യം തന്നെ എങ്ങനെ ശ്രദ്ധ കിട്ടും, എങ്ങനെ ഒരുപാട് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാം എന്നൊക്കെയായിരിക്കും ചിന്ത. പക്ഷേ അവർക്ക് യഥാർത്ഥത്തിൽ കൊടുക്കാനൊരു വാല്യൂവും ഉണ്ടാവില്ല. ഇത് ശരിക്കും അടിത്തറയില്ലാതൊരു കെട്ടിടം പണിയുന്നത് പോലെയാണ്. അധികം വൈകാതെ അത് തകർന്നു വീഴും. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് ചുറ്റും തന്നെയുണ്ട്. ശരിക്കും ഒരു കാര്യത്തിലും കഴിവ് തെളിയിക്കുന്നതിന് മുൻപ് ഒരു യൂട്യൂബ് ചാനലോ ഇൻസ്റ്റഗ്രാം പേജോ ഒക്കെ തുടങ്ങി പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കാൻ നോക്കുന്നത് നമ്മൾ കാണാറില്ലേ? പുറമെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും, പക്ഷേ ഉള്ളിൽ കണ്ടന്റ് ഇല്ലെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് മടുക്കും. അവർ അത് ഉപേക്ഷിച്ചു പോകും. അതുകൊണ്ട് ഓർക്കുക, ആദ്യം വേണ്ടത് വിശ്വാസ്യതയാണ്. ശ്രദ്ധയൊക്കെ അതിന് പുറകെ താനേ വന്നോളും. അടുത്ത ഒരു വലിയ തെറ്റാണിത്, എല്ലാത്തിലും പണം മാത്രം കാണുന്നത്. ചിലപ്പോ ഷോർട്ട് ടേമിൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷെ ആ ഓട്ടത്തിനിടയിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ഓഡിയൻസിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസം പോയാൽ പിന്നെ എത്ര കോടികൾ മുടക്കിയാലും ആ ഒരു ബ്രാൻഡ് തിരിച്ചുപിടിക്കാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക്, എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരാളാകാൻ ശ്രമിച്ചാൽ അവസാനം നിങ്ങൾ ആർക്കും വേണ്ടാത്ത ഒരാളായി മാറും. അതാണ് സത്യം. നിങ്ങളുടെ ബ്രാൻഡിന് ഒരു ഐഡന്റിറ്റി തന്നെ ഇല്ലാതാവും. ഒരു ഉദാഹരണം പറയാം. ഒരാള് സ്വയം ഒരു ജനറൽ മോട്ടിവേറ്റർ ആണെന്ന് പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? അതാർക്ക് വേണ്ടിയുള്ളതാണ്? പക്ഷേ അതേ ആള് പുതിയതായി ബിസിനസ് തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള കോച്ചാണ് എന്ന് പറഞ്ഞാലോ? അത് വളരെ ക്ലിയറാണ്, പവർഫുള്ളാണ്. ഒരു പ്രത്യേക ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ വാല്യൂ ആളുകൾക്ക് മനസ്സിലാവുന്നത്. നാലാമത്തെ തെറ്റ്, സ്ഥിരതയില്ലായ്മ, കൺസിസ്റ്റൻസി. മാസത്തിലൊരു വീഡിയോ, എപ്പോഴെങ്കിലും ഒരു പോസ്റ്റ്, ഇതൊന്നും കൊണ്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊരു ചെടി നനയ്ക്കുന്നത് പോലെയാണ്. എല്ലാ ദിവസവും കുറച്ച് വെള്ളമൊഴിച്ചാലേ അത് വളരൂ. എപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ പോയി വെള്ളമൊഴിച്ചാൽ ആ ചെടി ഉണങ്ങിപ്പോകും. നിങ്ങളുടെ ബ്രാൻഡിന്റെ കാര്യവും അതുതന്നെ. ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും തെറ്റ്, നിങ്ങളുടെ ബ്രാൻഡ് പൂർണ്ണമായും നിങ്ങളുടെ സമയത്തെ മാത്രം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു കൺസൾട്ടന്റ് ആണെന്ന് വെക്കാം. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര പേരെ കാണാൻ പറ്റും? അതിനൊരു ലിമിറ്റില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വരുമാനത്തിനും അവിടെ ഒരു പരിധി വരുന്നു. പക്ഷേ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന, അതായത് നിങ്ങളില്ലാതെ തന്നെ വളരാൻ കഴിയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയാലോ? അപ്പോൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു പരിധിയും ഉണ്ടാവില്ല. ശരി, അപ്പോൾ ഈ തെറ്റുകളെയൊക്കെ എങ്ങനെ മറികടക്കാം? അതിനാദ്യം വേണ്ടത് നമ്മുടെ ചിന്താഗതിയിൽ ഒരു വലിയ മാറ്റം വരുത്തുകയാണ്. ഫെയിമിന് പിന്നാലെ ഓടുന്നത് നിർത്തി പകരം വിശ്വാസ്യത, അതായത് ക്രെഡിബിലിറ്റി ഉണ്ടാക്കുന്നതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സൊല്യൂഷൻ ഇതാണ്. പ്രശസ്തിയെപ്പറ്റി അങ്ങ് മറന്നേക്കുക. പകരം നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് റിയൽ റിസൾട്ട്സ് ഉണ്ടാക്കുക. നിങ്ങളുടെ വർക്ക് തന്നെ നിങ്ങൾക്കായി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രശസ്തി നിങ്ങളെ ഇങ്ങോട്ട് തേടി വരും. നിങ്ങൾ അതിന്റെ പുറകെ പോയേണ്ടി വരില്ല. പണത്തെ ഒരു ലക്ഷ്യമായി കാണാതിരിക്കുക. പകരം നിങ്ങൾ കൊടുക്കുന്ന വാല്യൂവിന്റെയും നിങ്ങൾ ഉണ്ടാക്കുന്ന വിശ്വാസത്തിന്റെയും ഒരു ബൈ പ്രോഡക്റ്റായി മാത്രം അതിനെ കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഓരോ സംഭാഷണത്തിലും ആ വിശ്വാസം എങ്ങനെ കൂട്ടാമെന്ന് മാത്രം ചിന്തിക്കുക. അതാണ് ശരിക്കും ലോങ് ടേമിലേക്കുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരാളാവാതെ ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയുള്ള ഏറ്റവും ആധികാരികമായ ശബ്ദമായി നിങ്ങൾ മാറുക. അതാണ് നിങ്ങളെ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഓക്കെ, അപ്പം മൈൻഡ് സെറ്റിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. ഇനി ഇതെങ്ങനെ ആക്ഷനിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം, അല്ലേ? അതിനായിട്ട്
ഇതാ നിങ്ങൾക്കൊരു സിമ്പിൾ ആക്ഷൻ പ്ലാൻ. 5 സ്റ്റെപ്പുകളുള്ള വളരെ സിമ്പിളായൊരു പ്ലാനാണിത്. ഒന്നാമത്തേത്, നിങ്ങളുടെ കഴിവുകൾ വിലയിരുത്തുക. നിങ്ങൾ എന്തിലാണ് ശരിക്കും ബെസ്റ്റ് എന്ന് സ്വയം ഒന്ന് ചോദിച്ചു കണ്ടെത്തുക. രണ്ടാമത്തേത്, വിശ്വാസ്യത കെട്ടിപ്പടുക്കുക. നിങ്ങളുടെ ആ കഴിവിന് തെളിവുകൾ ഉണ്ടാക്കുക, റിസൾട്ട്സ് കാണിക്കുക. മൂന്നാമത്തേത്, ദൃശ്യത സൃഷ്ടിക്കുക. നിങ്ങളുടെ ഈ കഴിവിനെ ശരിയായ ആളുകളിലേക്ക് എത്തിക്കുക. നാലാമത്തേത്, വിശ്വാസ്യത അളക്കുക. ആളുകൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യുക. അവസാനമായി 5ാമത്തെ സ്റ്റെപ്പ്, നിങ്ങളെ മറികടന്ന് വളരുക. അതായത് നിങ്ങൾ ആക്റ്റീവായി ഇല്ലാത്തപ്പോഴും നിങ്ങളുടെ ബ്രാൻഡ് വളരുന്നൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. ആ പ്ലാനിലെ ദൃശ്യത സൃഷ്ടിക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് വിസിബിലിറ്റി എന്ന സ്റ്റെപ്പ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ എക്സ്പെർട്ടീസ് സോൺ ഏതാണെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യുക. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ക്ലിയർ ഐഡിയ വേണം. രണ്ടാമത്, നിങ്ങളുടെ വിജയകഥകൾ, ടെസ്റ്റിമോണിയൽസ്, കേസ് സ്റ്റഡീസ് ഒക്കെ ഷെയർ ചെയ്യുക. ആളുകളുടെ വിശ്വാസം നേടാൻ അതിലും വലിയൊരു മാർഗമില്ല. മൂന്നാമത്തെ പോയിന്റ്, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പോയി തലവെക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ചേർന്ന 1-2 പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്ത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു മാസ്റ്റർ ആകുക. നാലാമത്തേത്, കൺസിസ്റ്റൻസി. ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി അത് കൃത്യമായി ഫോളോ ചെയ്യുക, എന്ത് തന്നെ വന്നാലും. അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ ചെറിയ ചെറിയ ടെക്നിക്കുകൾക്കും സ്ട്രാറ്റജികൾക്കുമൊക്കെ അപ്പുറം കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു വിജയത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറന്നുപോയാലും ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. നിങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ സത്യസന്ധതയുമായി, നിങ്ങളുടെ ഇന്റഗ്രിറ്റിയുമായി കെട്ടുപിണഞ്ഞാണ് കിടക്കുന്നത്. പണവും പ്രശസ്തിയും ചിലപ്പോൾ വരും പോകും. പക്ഷേ നിങ്ങളുടെ മൂല്യങ്ങളിലും സത്യസന്ധതയിലും നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുണ്ടാക്കിയെടുക്കുന്ന ആ സ്വാധീനം കാലങ്ങളോളം നിലനിൽക്കും. അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുൻപേ എൻ്റെ ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഓഡിയൻസുമായി ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ ഈ ആഴ്ച നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു കാര്യം എന്തായിരിക്കും? അത് ചിലപ്പോൾ അവർക്കൊരു സഹായകരമായ ഇമെയിൽ അയക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ചോദ്യത്തിന് ആത്മാർത്ഥമായൊരു മറുപടി കൊടുക്കുന്നതായിരിക്കാം. ഓർക്കുക, അങ്ങനെയുള്ള ഓരോ ചെറിയ സ്റ്റെപ്പുകളിൽ നിന്നുമാണ് വലിയ യാത്രകൾ തുടങ്ങുന്നത്.